ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്കൊരു കല്യാണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വെച്ചിട്ട് പോയതല്ല കേട്ടോ. മക്കൾക്ക് ആർക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാൻ പോയിട്ട് അധികം ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഡ്രസ്സൊന്നും എടുക്കാനാവില്ലുള്ളതൊക്കെ പോകാനുള്ളൊരു ഉദ്ദേശത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് വീട്ടിലൊരു നെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ കാര്യം തിരഞ്ഞപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഈ നെറ്റ് കൊണ്ട് മക്കൾക്ക് രണ്ടാക്കും പിന്നെ അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഡ്രസ്സില്ലാതെ അങ്ങനെ പോവമ്മ, എല്ലാവരും നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സമാധാനിപ്പിച്ച് ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും കല്യാണങ്ങളൊക്കെ വരില്ല, അപ്പോൾ നല്ലത് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ദിവസങ്ങളങ്ങനെ പോകുന്നതോറും എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാൻ പറഞ്ഞ് കുറച്ച് പൈസ ഇട്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ എടുത്തോളൂ. പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടിലാണ് കേട്ടോ, നല്ല ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അങ്ങനെയൊക്കെ തന്നെയല്ല എപ്പോഴും ഇപ്പോൾ നമുക്ക് എടുക്കാനൊന്നും കഴിഞ്ഞ് വരില്ലല്ലോ. അപ്പോൾ റീനു കല്യാണത്തിന് വരുന്നില്ല എന്ന് തീരുമാനിച്ചതിന് കേട്ടോ. അങ്ങനെ വീട്ടിലിങ്ങനെ എന്തോ അവൾക്ക് അല്ലെങ്കിൽ എക്സാമാണ്. അവൾക്ക് ശനിയാഴ്ച വരെ, ഞായറാഴ്ചയാണ് കല്യാണം, ശനിയാഴ്ച എക്സാം ആയിരുന്നു, പിന്നെ തിങ്കളാഴ്ച എക്സാമാണ്, പിന്നെ +2 അല്ല. അപ്പോൾ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾ തീരെ വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ടാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുക്കണില്ല എന്നപ്പോൾ അവൾ തീരും വരുന്നില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനോർത്ത് വരുന്നില്ലെങ്കിൽ വേണ്ട, പിന്നെ അവൾ എക്സാമും കാര്യങ്ങളും പിന്നെ മക്കൾക്കും ഉണ്ടാവുമല്ലോ എല്ലാവരും ഡ്രസ്സിൻ്റെ ഇതിലും. ഇനിയിപ്പോൾ അവൾക്ക് അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു പൈസയുടെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസത്തിലായിരുന്നു. അപ്പോൾ വേണ്ടതൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് പോയിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു നെറ്റ് കിട്ടിയത്, കുറച്ച് മുന്നേ വീട്ടിലുണ്ടായിരുന്നു നെറ്റ്. അപ്പോൾ അങ്ങനെ ആ നെറ്റുകൊണ്ട് നമുക്കൊരു സറാറ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അടിക്കാൻ വിചാരിച്ച് അങ്ങനെ അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ലൈനിങ്ങൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ പിന്നെ ഫാൻറ്റിനുള്ള തുണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പൊതുവേ നമ്മൾ കോട്ടക്കലാണ് പോവാറ്. അപ്പോൾ കോട്ടയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അവിടെ ആ ടൗൺ മൊത്തം തെണ്ടണ്ട വെച്ചിട്ട്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് പിന്നെ പുത്തനാണിക്കുണ്ട് ഇപ്പോൾ പരാഗ് വന്നിട്ട്. ആദ്യം നമ്മളെ ചമയുണ്ടായിരുന്നല്ലോ കുറേ മുന്നേ, നമ്മൾ തിരൂർ തിരുനാവായ പിന്നെ പുത്തനത്താട് ബൈപ്പാസിൻ്റെ ആ ഒരു ജംഗ്ഷനിലുണ്ട് ചമയുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിപ്പോൾ ചമയല്ല, ഇപ്പോൾ പരാഗയിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ആരോ ഒരാൾ കേട്ടോ. ഞാൻ എങ്ങനെ കോട്ടയ്ക്ക് പോകാനൊക്കെ വിചാരിച്ചിരിക്കുകയാണ്, പോകാനാവില്ല വെച്ചിട്ട്. അങ്ങനെ അവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടേക്ക് പോകുന്നതാണ് കേട്ടോ. ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഒരുപാട് സെലക്ഷൻ കേട്ടോ. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ കോഡടിക്കാനൊക്കെ പറ്റിയ നല്ല നല്ല സൂപ്പർ തുണികൾ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു തുണി ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കാണുന്നുണ്ട്. കുർത്തി മോഡൽ അടിച്ചിട്ട് ജീൻസൊക്കെ ഇടാൻ പറ്റിയ തുണികൾ പല മോഡൽസ് പല ഡിസൈനിലും കാണുന്നുണ്ട് കേട്ടോ. നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. സത്യത്തിൽ ടെക്സ്റ്റൈൽസിലൊന്നും ഇത്ര കളക്ഷൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ എത്ര തോന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല പ്രിൻ്റ് വരുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല സറാറടിക്കാൻ പറ്റിയതും കുർത്തി അടിക്കാൻ പറ്റിയതും അങ്ങനത്തെ നെറ്റ് ഐറ്റംസും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്ഭുതപ്പെട്ടു പോകട്ടെ. കാരണം അപ്പോൾ നമ്മൾ കോട്ടൊക്കെ പരാഗിൽ പോലെ ഞാൻ ഇത്ര തോനെ കളക്ഷൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കാണാതിരുന്നതാണ് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പോയിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മിന്നുവിന് തുണി എടുക്കാനൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല സത്യത്തിൽ. അപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ഐറ്റംസ് ആളുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങളങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ വേണ്ട ഐറ്റംസ് തുണിയൊക്കെ അവർ ഏത് വേണമെങ്കിലും എടുത്തു തരുന്നുണ്ട്. അവിടെ ഒരുപാട് ബായികളാണ് ഇട്ടുള്ളത്, ഹിന്ദിക്കാർ. നല്ല സ്വഭാവമൊക്കെ തന്നെ, ഏത് വേണമെങ്കിലും നമ്മളോട് എടുത്ത് സെലക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു സ്ത്രീ ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഹിന്ദിക്കാരോട് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്തത് അവരോട് പറഞ്ഞാൽ അവർ സ്ത്രീ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഏൽപ്പിച്ചു തരും കേട്ടോ. അങ്ങനെ വൈറ്റ് ഉണ്ട്, പിന്നെ നല്ല പല കളറുകളിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ലൈനിങ്ങൊക്കെ എടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല മുത്തിൻ്റെ അതുപോലെ കല്ല് നിറച്ച് മുത്തൊക്കെ സറാറടിക്കാൻ പറ്റിയത് നല്ലതുണ്ട് കേട്ടോ.
പിന്നെ അപ്പോൾ ദാ ഡ്രസ്സിന് പറ്റിയ നല്ല തുണി കണ്ടാണ്, നല്ലൊരു മിനുസുള്ള തുണി. അതിങ്ങനെ നമ്മൾ അംബ്രല്ല കട്ടിങ്ങിൽ പാൻറ്റൊക്കെ അടിക്കുമ്പോൾ മിടി പോലത്തെ പാൻറ് ഉണ്ടല്ലോ സറാറിക്ക്, അതൊക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയിൽ രസത്തിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ തുണി ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ നെറ്റിൽ നല്ല മിനുക്കത്തിൽ വരുന്നതുണ്ട്, അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ അവിടുത്തെ ഒരുപാട് കളക്ഷൻ ഞങ്ങളിങ്ങനെ നോക്കി നിന്നു കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ തുണിയൊക്കെ എടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ്. ഇതിലൊക്കെ സറാറ മോഡൽ അല്ലെങ്കിൽ മിഡിയും ടോപ്പ് മിഡി എന്താണ് നമ്മളെ അംബ്രല്ല കട്ടിങ് നമ്മൾ അടിക്കുമല്ലോ, അതിനൊക്കെ നല്ല രസമുള്ളതാണ് കേട്ടോ. അവിടെ കുറേ അടിച്ച് തൂക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നല്ല മഞ്ഞ കളറ്, പിന്നെ പല പല കളറുകളുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ വേണ്ടവരൊക്കെ ഇവിടെ വരിക, നമുക്ക് വേണ്ട ഏതൊരു ഐറ്റംസും കിട്ടും കേട്ടോ. ഈ ഒരു പ്രിൻ്റൊക്കെ ഉണ്ടല്ലോ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പല കല്യാണങ്ങൾക്ക് പല കുർത്തികളും ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനെല്ലാം വിചാരിച്ചിട്ട് ടെക്സ്റ്റൈൽസിനായിരിക്കും, പക്ഷെ ഇങ്ങനെ വന്നിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇത് ഈ ഒരു പ്രിൻ്റൊക്കെ നല്ല പ്രിൻ്റല്ല, ഈ ഒരു മുത്തുകൊണ്ട് കല്ലുകൊണ്ടൊക്കെ ഉള്ള ഒരു ഡിസൈൻ. ഇതൊക്കെ 1 മീറ്ററിന് 550 ഉറുപ്പ്യാണ് കേട്ടോ വരുന്നത്. പിന്നെ 1 മീറ്റർ തുണിക്ക് നല്ല സറാറടിക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു തുണിയാണ് ഇട്ടത്. നമ്മളെ റിനുവിന് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ഡ്രസ്സ്. അപ്പോൾ എന്താണ് അതിങ്ങനെ മുത്തുള്ള ഭാഗം നമ്മളിങ്ങനെ കുർത്തിയായിട്ട് അടിച്ചിട്ട് കുർത്ത മോഡൽ അടിച്ചിട്ട് പിന്നെ അതേ സെയിം കളറിൽ പിന്നെ അംബ്രല്ല കട്ടിങ് ഫാൻറ്റും അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസ് തുണികളും അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല നല്ല ഷോളുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റിയ നല്ല ഷോളുകൾ ചുരിദാർക്കും സറാറിക്കും ഒക്കെ, പിന്നെ എന്താ പറയുക പുതിയ ആൾക്കൊക്കെ മണവാട്ടികൾക്കൊക്കെ അടിക്കാൻ പറ്റിയ നല്ല ഡ്രസ്സ്, നല്ല ലെഹങ്ക മോഡൽ അടിക്കാൻ പറ്റിയ തുണികൾ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണുമ്പോൾ എല്ലാ രസമാണ്. മറ്റേ വർക്കൊക്കെ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കി കണ്ടിരിക്കും കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് വലിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അവർക്ക് അതിനൊന്നൊരു മടിയില്ല കേട്ടോ എടുത്തു തരാൻ. ഇതുണ്ടാണില്ല എന്ത് ഭംഗിയാണെന്ന് അറിയാതുകൊണ്ടൊക്കെ ലെഹങ്ക സറാറൊക്കെ അടിക്കുമ്പോൾ സറാറ ടോപ്പൊക്കെ അടിക്കുമ്പോൾ എല്ലാ ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ അവിടെ ഒരുപാട് ഡിസൈനുകൾ കണ്ടപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റൊക്കെ വെറുതെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് പോകുന്നു കേട്ടോ. ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ, എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകും, നമ്മൾ മക്കൾക്ക് അടിച്ചെടുക്കാമല്ലോ. നല്ല അടിപൊളി സറാറൊക്കെ അടിക്കാൻ പറ്റിയ തുണികൾ കേട്ടോ. പിന്നെ പല ഡിസൈനുകളൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. നല്ല അടിപൊളി നെറ്റുകളും പിന്നെ നല്ല അംബ്രല്ല കട്ടിങ്ങിൽ അടിക്കാൻ പറ്റിയ എല്ലാ തുണികളുണ്ട്. പിന്നെ അതൊക്കെ ഷോളുകൾ മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഈ മണവാട്ടികൾക്കൊക്കെ പിന്നെ നമ്മളെ ലെഹങ്കയ്ക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഷോളുകൾ, നല്ല വർക്കുകളുണ്ട് ടൈമൊക്കെ. പിന്നെ എന്താ പറയുക, ഇതാ ഓറഞ്ച് കളറിലുള്ള ഒരുപാട് ഡിസൈനുകളുള്ള പിന്നെ തുണികളുണ്ട്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് കാണാൻ നല്ലൊരു ആഗ്രഹം കേട്ടോ അതൊക്കെ അങ്ങനെ കണ്ടിരിക്കാൻ. പിന്നെ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പരാഗൽ വന്നാൽ അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ഡിസൈനും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതിന് നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ 1 മീറ്ററിന്. പിന്നെന്താ നമ്മളെ നെറ്റ് മോഡലിൽ നല്ല സോഫ്റ്റായ തുണികൾക്ക് അതിനൊന്നും അങ്ങനെ റേറ്റ് ഇല്ല കേട്ടോ. പിന്നെ അത് അവിടെ തന്നെ നമുക്ക് വേണ്ട ഈ ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷോളൊക്കെ വാങ്ങിയിട്ട് ഷോളിൻ്റെ നമ്മളെ തലഭാഗത്തൊക്കെ അങ്ങനെ അടിച്ചിട്ട് വെക്കൽ അതിന് പറ്റിയ നല്ല ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക മുത്ത് കൊണ്ടുള്ള ഇതുണ്ട്, നമ്മളെ കയ്യിൻ്റെ കുട്ടികളെ കയ്യിൻ്റെ അതേപോലെ സറാറിൻ്റെ അടിയിലൊക്കെ വെക്കാൻ പറ്റും, താഴ്ഭാഗത്ത് വെക്കാൻ പറ്റിയ മുത്ത് കൊണ്ടുള്ള ഡിസൈനുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ റിസോർട്ടിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മാരിഭാഗം കൊടുത്തിക്കണം കേട്ടോ നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ. അപ്പോൾ റിസോർട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോയപ്പോൾ അനൂസ്മോന് കുറുമ്പാട്ടിരിൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ റിനു മിന്നു റസും കൂടെ ഉണ്ടോ വന്നിരുന്നത്, ഹനുസ്മോൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ റിനുവിനോട് നമുക്ക് ഡ്രസ്സ് പിന്നെ എടുക്കാൻ നമ്മൾ പോവുക പറഞ്ഞു. പക്ഷെ അവൾ
പോകാറിനിക്കാണ്ട് ഞങ്ങൾ 2-3 കടകളൊക്കെ കയറിയിട്ട് അവിടെ നിന്ന് റിസൾട്ടൊക്കെ കിട്ടിയില്ല കേട്ടോ. കാരണം അവിടെ നിന്ന് നല്ലതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബോംബെയിലോ കനകയിലോ എവിടെയെങ്കിലുമൊക്കെ കയറാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. പക്ഷെ എനിക്ക് വീട്ടിലേക്ക് പോയി വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ ബസ്സൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ റിനുവിന് എക്സാം പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് കൂടുന്നതാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് സെലക്ട് ചെയ്താൽ സെലക്ഷനൊന്നും ശരിയാവില്ല വെച്ചിട്ട്. അപ്പോൾ അവളെ കൊടുന്നാലും ബുദ്ധിമുട്ടാട്ടോ. അവൾ നല്ല റേറ്റ് ഉള്ളതൊക്കെ നമ്മളിട്ടിട്ട് താങ്ങും കേട്ടോ. അപ്പോൾ ഏതായാലും അവളിട്ട് വന്ന് അങ്ങനെ നമ്മൾ കനകയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ കനകയിൽ കയറിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ലതൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മളങ്ങനെ രാത്രിയായി. പിന്നെ എന്താ ചെയ്യുക വിചാരിച്ചിട്ടുണ്ടപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞ് നമ്മൾ മാളിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് വേറെ കടകളൊന്നുമില്ല. അപ്പോൾ കിഡ്സിൻ്റെ കടകളിൽ ചെന്നാൽ നല്ല ഞങ്ങൾ ഉദ്ദേശിച്ച മോഡൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് സാധാ ടെക്സ്റ്റൈൽസിലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ വന്നതല്ലേ വെച്ചിട്ട് അവിടെ കയറി. അങ്ങനെ കിഡോപ്പിയോ അങ്ങനെ എന്തോ ഒരു കടയിനിട്ടത്. പിന്നെ അങ്ങനെ ഇത് നമ്മൾ യൂട്യൂബിൽ നൗഫൽ അറിയും ഓൻ്റെ കടയാണ് കേട്ടോ. അവനന്ന് യൂട്യൂബിലൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കടയാണ് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടോ ഇത് അവൻ്റെ കടയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് കുറേ ഫാൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ അവിടെയും അത്യാവശ്യം സെലക്ഷനൊക്കെ ഉണ്ട്. പിന്നെ കിഡ്സിൻ്റെ മാത്രമായതുകൊണ്ട് കിഡ്സിൻ്റെ മാത്രമേ ഉള്ളൂ. പിന്നെ പെൺകുട്ടികൾക്കുള്ള നല്ല അടിപൊളി മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആൺകുട്ടികൾക്ക് ഫാൻറ്റ് കുറേ നോക്കി. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല. നമ്മൾ റിസൾട്ടിൻ്റെ അത്ര വലിപ്പത്തിലുള്ള ഒന്ന് കുറവേനു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് സ്റ്റെപ്പ്